ഹായ്, കേൾട്ടൻ എടവണ്ണക്കാരനാണ്. ഈ കാണുന്നത് 2020 ആഗസ്റ്റ് 7 കൊറോണ ടൈമിൽ ദുബായിൽ നിന്നും കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് 150 യാത്രക്കാരുമായി വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് അപകടത്തിൽപ്പെട്ട് അന്ന് 19 യാത്രക്കാർ മരിക്കുകയും ചെയ്ത ആ ഫ്ലൈറ്റിൻ്റെ 2 എൻജിനാണ് ഈ കാണുന്നത്. ഇത് കാലിക്കറ്റിൽ നിന്ന് അവർ ഡൽഹിയിലോട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. റോഡ് വഴിയാണ് കൊണ്ടുപോകുന്നത്. 10 ദിവസം ടൈം എടുത്താണ് അവർ ഡൽഹിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ ഈ കാണുന്ന ടയറുകൾ, ഇത് ഫ്ലൈറ്റിൻ്റെ ടയർ തന്നെയാണ്. അപ്പോൾ അവർ എൻജിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ടയറുകൾ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലാണ് എൻജിൻ വെച്ചിട്ടുള്ളത്. ഒരു ഫ്ലൈറ്റിൻ്റെ മെയിൻ ഇതാണല്ലോ എൻജിന്. ആ 2 എൻജിനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ മറ്റുള്ള പാർട്സുകളൊക്കെ അവർ ഇതിൻ്റെ മുമ്പ് അവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ബാലൻസ് ഉള്ള പാർട്സുകളാണിത്. ഇതതുപോലെ കാണുന്നത് ഫ്ലൈറ്റിൻ്റെ ചോക്ക് ഓഫ്സറാണ് തോന്നുന്നു. അതുപോലെ ടയർ വരുന്ന ഭാഗം ഈ കാണുന്ന ഭാഗത്താണ് ടയർ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റ് അറിയില്ല. ഇതിങ്ങനെ ചിറകാണ്. ചിറകൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചിറകാണ്. രണ്ട് വണ്ടിയിലായിട്ടാണ് ഇവരത് ഡൽഹിയിൽ എത്തിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയില്ല. ചിലപ്പം ആവശ്യമുള്ള പാർട്സുകളൊക്കെ എടുത്തിട്ട് നല്ല പാർട്സുകളൊക്കെ എടുത്ത് ബാക്കിയുള്ളതൊക്കെ ഒരു ഒഴിവാക്കാനാകാൻ സാധ്യത. ഏതായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.